വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ എനിക്ക് തോന്നുന്നു എല്ലാവരും ഒട്ടുമിക്ക എല്ലാവരുടെ വീട്ടിലും ഉള്ള ഒരു സാധനമാണ്. പക്ഷെ നമ്മൾ അധികം യൂസ് ചെയ്യാറില്ല. അതിൻ്റെ അങ്ങ് ഒരു മൂലക്കോട്ട് ഉപയോഗശൂന്യമായി തള്ളി വെച്ചേക്കുവാണ് നമ്മളെല്ലാവരും. ഉപയോഗിക്കുന്നവരുണ്ട്, പക്ഷേ ഒരു 90% ആൾക്കാരും ഉപയോഗിക്കാത്തവരാണ്. അതിൻ്റെ ഗുണങ്ങളെപ്പറ്റി അറിഞ്ഞുകൂടാത്തവരാണ്. കൂടുതലും ഗൾഫിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ മിക്കവാറും എല്ലാവരും കൊണ്ടുവരുന്ന ഒരു ഐറ്റം തന്നെയാണ് ഈ ഒരു സാധനം എന്ന് പറയുന്നത്. ഒത്തിരി ഗുണങ്ങളുണ്ട്. നമ്മുടെ സ്കിന്നിനായാലും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ പല ആവശ്യങ്ങൾക്കൊക്കെ ആയാലും ഈ ഒരു സാധനം ഒത്തിരി ഉപകാരപ്രദമാണ്. അപ്പോൾ എന്താന്ന് വെച്ചാൽ വാസലിൻ ആണ് കേട്ടോ, പെട്രോളിയം ജെല്ലി. അപ്പോൾ നമ്മളെല്ലാവരുടെ വീട്ടിലുള്ളതാണ്, പക്ഷെ നമ്മൾ യൂസ് ചെയ്യാത്തതാണ് അല്ലേ. ആരും അധികം അതിന് മൈൻഡ് ചെയ്യാറില്ല, പക്ഷെ അതിന് ഒത്തിരി ഗുണങ്ങളുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ വാസലിൻ എന്തിനൊക്കെ യൂസ് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും വൈകാതെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് യൂസ് എന്ന് പറയുമ്പോൾ സൂത്ത് ക്രാക്ഡ് ഹീൽസ്, അതായത് നമ്മുടെ പാദമൊക്കെ ഇങ്ങനെ വിണ്ട് കീറി ഇരിപ്പില്ലേ. അപ്പോൾ അങ്ങനെയുള്ള പാദങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ, അതായത് ഇപ്പോൾ നല്ല ബ്ലിസ്റ്റേർഡ് ആയിട്ട്, അതായത് ഡ്രൈ ആയിട്ട് ഫ്ലേക്കി ആയിട്ടൊക്കെ ഇരിക്കുന്ന കാൽപാദം ഉള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ കുറച്ച് എമൗണ്ട് ഓഫ് വാസലിൻ എടുത്ത് കാലിൽ അപ്ലൈ ചെയ്യുക രാത്രി കിടക്കുന്നതിന് മുന്നേ. എന്നിട്ടൊരു സോക്സും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ രാത്രി കാലിൽ. അപ്പോൾ രാവിലെ എണീക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു ഭാഗം നല്ല ബേബി സോഫ്റ്റ് സ്കിന്നായിട്ട് നല്ല സൂത്തായിട്ടിരിക്കുമെന്നാണ് പറയുന്നത്. രണ്ടാമത്തെ യൂസ് എന്ന് പറയുമ്പോൾ റിമൂവ് ഐ മേക്കപ്പ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതായത് കുറച്ച് വാസലിൻ എടുക്കുക, നമ്മൾ ഐയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ഒരു കോട്ടൺ പാഡ് എന്തെങ്കിലും വെച്ചിട്ട് വൈപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഫേസ് മേക്കപ്പ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നില്ല. നമ്മുടെ ലിപ്പ് മേക്കപ്പും നമ്മുടെ ഐ മേക്കപ്പും റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്ഫുൾ ആണ് കേട്ടോ. മൂന്നാമത്തെ യൂസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെല്ലാവരും പെർഫ്യൂം യൂസ് ചെയ്യുന്നവരാണ്. യൂസ് ചെയ്യാത്തവരുണ്ട്, പക്ഷെ യൂസ് ചെയ്യുന്നവരുടെ ഒരു മെയിൻ പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ ഒരു പെർഫ്യൂം അത്രയും അങ്ങ് ലോങ് ലാസ്റ്റിംഗ് ആവണമെന്നില്ല അല്ലേ. അപ്പോൾ ഈ ഒരു പെർഫ്യൂം ലോങ് ലാസ്റ്റിംഗ് ആവാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വാസലിൻ എടുക്കുക, നമ്മുടെ പൾസ് പോയിന്റ്സിൽ അപ്ലൈ ചെയ്യുക. അതായത് റിസ്റ്റിൽ, ഇന്നർ എൽബോസിൽ, നമ്മുടെ ചെവിയുടെ ബാക്കിൽ, കഴുത്തിലൊക്കെ എന്ത് ചെയ്യുക, ഈ വാസലിൻ വെച്ചിട്ടൊന്ന് മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ ഒരു ഭാഗത്ത് എന്ത് ചെയ്യുക, പെർഫ്യൂം സ്പ്രേ ചെയ്യാം. അപ്പോൾ ഒത്തിരി നേരം ഈ ഒരു പെർഫ്യൂം ലാസ്റ്റ് ചെയ്യാം കേട്ടോ. ഈ ഒരു വാസലിൻ ഒരു ബേസ് ആയിട്ട് നിന്നിട്ട് ഒത്തിരി നേരം പെർഫ്യൂം ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അടുത്ത നാലാമത്തെ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാവർക്കും കുട്ടി കുട്ടി ബേബി ഹെയർസ് ഒക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ നമ്മൾ തലയൊക്കെ കെട്ടുന്ന സമയത്ത് ഇതെല്ലാം കൂടി ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് എമൗണ്ട് വാസലിൻ കയ്യിലെടുത്ത് ഒന്ന് റബ്ബ് ചെയ്തതിന് ശേഷം തലയിൽ എന്ത് ചെയ്യുക, ഒന്ന് നമ്മൾ ഈ ഒരു സെറോ ഒക്കെ അപ്ലൈ ചെയ്യുന്നതിന് പകരം ജസ്റ്റ് ഒന്ന് നമ്മളിങ്ങനെ തടവി കൊടുക്കട്ടെ. ഒരുപാട് വാരി തേക്കരുത്, എങ്കിൽ പശു നക്കിയ പോലെയൊക്കെ ഇരിക്കും. അങ്ങനെ വാരി തേക്കരുത്, കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ബേബി ഹെയർസ് ഒക്കെ നല്ലതായിട്ട് ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ എന്തെങ്കിലും സ്പ്ലിറ്റ് എൻഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ, നമ്മുടെ ലോങ് ഹെയർസ് ഒക്കെ ആവുമ്പോൾ നമുക്ക് മുടിയുടെ തുമ്പിൽ സ്പ്ലിറ്റ് എൻഡ്സ് വരുമല്ലോ, രണ്ടായിട്ട് കീറി പോണത്. അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് എമൗണ്ട് വാസലിൻ എടുത്തതിന് ശേഷം നമ്മുടെ മുടിയുടെ എൻഡ്സിൽ ജസ്റ്റ് ഒന്ന് തടവി ഇട്ട് കൊടുത്ത് ആ ഒരു സ്പ്ലിറ്റ് എൻഡ്സ് മാറാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. നമ്മൾ പെൺപിള്ളേർ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒന്നാണ് നെയിൽ പോളിഷ് അല്ലേ. അപ്പോൾ എന്തായാലും പല കളറിലുള്ള നെയിൽ പോളിഷ്, പല ഡിഫറെൻറ്റ് ബ്രാൻഡിൻ്റെ നെയിൽ പോളിഷ് ഒക്കെ നമ്മളതിൽ കാണും. അപ്പോൾ എപ്പോഴും നമുക്ക് എല്ലാം ഒന്നും എടുത്തിടാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഇടാതിരിക്കുമ്പോഴത്തേക്ക് ഈ നെയിൽ പോളിഷിൻ്റെ ആ ഒരു ലിഡ് കുറച്ച് ടൈറ്റ് ആവില്ലേ. നമ്മൾ പിന്നീട് എടുക്കുമ്പോഴത്തേക്കും കുറച്ച് നാളിരുന്നിട്ട് പിന്നെ നമ്മൾ എടുത്ത് യൂസ് ചെയ്യാൻ നോക്കുമ്പോൾ അത് ഓപ്പൺ ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ അങ്ങനെ പാടുള്ള സമയത്ത് നിങ്ങൾ കുറച്ച് വാസലിൻ എടുക്കുക, ആ ഒരു ലിഡിന് ചുറ്റും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ഈസി ആയിട്ട് അത് ഓപ്പൺ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. യൂസ് എന്ന് പറയുമ്പോൾ നമ്മൾ മസ്കാര യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, മസ്കാര യൂസ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പം നിങ്ങളുടെ മസ്കാര തീർന്നു പോയി, അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ നിങ്ങൾക്ക് വരുവാണ്, നിങ്ങളുടെ ഐലാഷൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തൊക്കെ വെക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ വാസലിൻ എടുക്കുക. എന്നിട്ട് നമ്മുടെ ഐലാഷിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ മുകളിലോട്ടാക്കി അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ എങ്ങനെയാണോ മസ്കാര അപ്ലൈ ചെയ്യുന്നത് അതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പം ഒന്നിക്ക് നമ്മുടെ ഹാൻഡ് ഫിംഗർ വെച്ചിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ബഡ്സില്ലേ അത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല ഗ്ലോസി ഫിനിഷ് ആയിട്ട് നമ്മുടെ ഐലാഷൊക്കെ നല്ല ഭംഗിക്ക് ഇരിക്കണമായിട്ട്, അതായത് ആ മസ്കാര അപ്ലൈ ചെയ്യുന്ന പോലെ ആ ഒരു ലുക്കില്ലേ, ആ ഒരു ലുക്കിൽ നമുക്ക് കിട്ടും കേട്ടോ. യൂസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് DIY മേക്കപ്പ് പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ ഒരു ബേസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പം ബ്ലഷ്, മോയ്സ്ചറൈസർ, ലിപ് ബാം, നമ്മുടെ DIY ലിപ്സ്റ്റിക് ഒക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ബേസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ ഒരു വാസലിൻ എന്ന് പറയുന്നത്. പോരാതെ ഇപ്പോൾ നമുക്ക് കോമ്പാക്ട് പൗഡറിൻ്റെ ഫൗണ്ടേഷൻ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു വാസലിൻ ഉണ്ടാക്കാം. അതായത് ഈ ഒരു പൗഡർ ഫോമിനെ
എന്താ ക്രീം രൂപത്തിൽ ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് വാസ്ലിൻ എന്ന് പറയുന്നത്. എല്ലാവരും ഹൈലൈറ്റർ യൂസ് ചെയ്യുന്ന ആയിരിക്കുമല്ലോ. അതായത് ഈവൻ ഞാനാണെങ്കിലും ഹൈലൈറ്റർ ഒന്നും യൂസ് ചെയ്യാറില്ല. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ വാസ്ലിൻ എടുക്കുക. നമ്മുടെ ചീക്സിൽ, നമ്മുടെ ഈ ഒരു മൂക്കിൻ്റെ തുമ്പത്ത് ഇവിടെയൊക്കെ ഉണ്ടല്ലോ, നമ്മൾ എവിടെയാണ് ഹൈലൈറ്ററൊക്കെ അപ്ലൈ ചെയ്യുന്നത് അവിടെ എന്ത് ചെയ്യുക, ഈ ഒരു വാസ്ലിൻ വളരെ കുറച്ചെടുത്തിട്ട് നമ്മുടെ മേക്കപ്പ് ഒക്കെ ഫിനിഷ് ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ലൂമിനൻസ് ഗ്ലോ, ഒരു ഹൈലൈറ്റർ ഇട്ടതിൻ്റെ ഒരു ഭംഗിയിൽ അത് കിട്ടും കേട്ടോ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ചുണ്ടൊക്കെ വിന്റർ സീസൺ ആക്കുമ്പം നമുക്ക് സ്കിന്നായാലും നമ്മുടെ ചുണ്ടൊക്കെ ആയാലും നല്ല ഡ്രൈ ആവും. അപ്പോൾ നമ്മുടെ ചുണ്ടിലുള്ള ആ ഒരു ഡ്രൈനെസ് അല്ലെങ്കിൽ ആ ചാപ്ഡ് ലിപ്സ് ഒക്കെ മാറാൻ വേണ്ടിയിട്ട് വാസ്ലിൻ അപ്ലൈ ചെയ്യാം. അപ്പോൾ കുറച്ച് പേര് പറയും വാസ്ലിൻ ഇട്ട ചുണ്ട് കറുപ്പൊന്നും ഇല്ല. വാസ്ലിൻ ഇട്ട ചുണ്ട് അധികം കറുക്കത്തില്ല. സ്ഥിരമായിട്ട് നമ്മൾ വാസ്ലിൻ ഇടുവാണെങ്കിൽ നമ്മൾ ആ ഒരു ഡ്രൈ ആയിട്ടുള്ള ആ ഒരു ലിപ്സ് ഒക്കെ മാറിയിട്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ള നല്ല ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ലിപ്സ് നമുക്ക് കിട്ടും കേട്ടോ. യൂസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ നഖങ്ങളിൽ ഈ ഒരു വാസ്ലിൻ മസാജ് ചെയ്യുന്നത് നല്ലതാട്ടോ. അതായത് നമ്മുടെ കയ്യിലുള്ള ക്യൂട്ടിക്കിൾസിനെയൊക്കെ ഒന്ന് സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഒരു യൂസ് എന്ന് പറയുമ്പോൾ നമ്മൾ ബ്രാ ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഇനി എത്ര കംഫർട്ടബിൾ ആയിട്ടുള്ള ബ്രാ യൂസ് ചെയ്തെന്ന് പറഞ്ഞാലും ആ ഒരു സ്ട്രാപ്പ് ഉണ്ടല്ലോ, സ്ട്രാപ്പ് ചില സമയത്ത് നമുക്ക് ആ ഒരു ഇച്ചിങ്, ഇറിറ്റേഷൻസ് ഒക്കെ കോസ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു സ്ട്രാപ്പിൻ്റെ ഭാഗത്ത് നമ്മൾ കുറച്ച് വാസ്ലിൻ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ബ്രാ ഇടുവാണെങ്കിൽ ആ ഒരു ഇറിറ്റേഷൻ, ആ ഒരു ഇച്ചിങ് നമുക്ക് മാറി കിട്ടും. കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ കൈയും കാലൊക്കെ വാക്സ് ചെയ്യാറുണ്ടല്ലോ. ഫേസും നമ്മൾ ഹെയർ റിമൂവ് ചെയ്യാറുണ്ട്. ഫേസിൽ ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. പക്ഷെ കയ്യിലും കാലിലൊക്കെ നിങ്ങൾ വാക്സ് ചെയ്യുന്നവരാണെങ്കിൽ വാക്സ് ചെയ്യുന്ന സമയത്തും വാക്സിൻ കഴിഞ്ഞതിന് ശേഷവും നമ്മുടെ കയ്യിലും കാലിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് മോയ്സ്ചറായിട്ടും ആ ഒരു ഇറിറ്റേഷനും ചില സമയത്ത് നമുക്ക് ചില സ്കിൻ അലർജിക്ക് ആവാൻ ചാൻസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ മാറി കിട്ടും കേട്ടോ. കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, ഇപ്പോൾ വളയൊക്കെ ഇട്ടിട്ട് ഊരാൻ പാടാണെങ്കിൽ കുറച്ച് വാസ്ലിൻ എടുത്ത് നമ്മുടെ കയ്യിലൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ മോതിരമൊക്കെ ഊരാൻ പാടാണെങ്കിൽ ആ ഒരു ഭാഗത്ത് നമ്മൾ വാസ്ലിൻ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ടിസ്റ്റ് ചെയ്ത് ഊരുവാണെങ്കിൽ ഈസി ആയിട്ട് റിമൂവ് ചെയ്ത് വരും കേട്ടോ. എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും മാർക്സ്, അതായത് ഇപ്പോൾ സ്ട്രെച്ച് മാർക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചുറി പറ്റിയിട്ടുള്ള സ്കാർസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു വാസ്ലിൻ യൂസ് ചെയ്യാം. ആ ഒരു ഇഞ്ചുറി പറ്റിയത് എവിടെയാണോ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സ്ട്രെച്ച് മാർക്ക് എവിടെയാണ് ഉള്ളത് അവിടെ കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുത്താൽ അത് ഹീലാവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇത്രയും നേരം പറഞ്ഞത് നമ്മുടെ എന്താ പറയുക സ്കിന്നിലൊക്കെ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്, എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. ഇനി നമ്മുടെ വീടുകളിലൊക്കെ ആയാലും നമുക്ക് വാസ്ലിൻ കൊണ്ട് കുറച്ച് ഉപയോഗങ്ങളൊക്കെ, ഇപ്പോൾ പെയിന്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ പെയിന്റ് ചെയ്യേണ്ടാത്ത സ്ഥലത്തൊക്കെ ആ ഒരു സർഫസിലൊക്കെ പെയിന്റ് ആവാൻ ചാൻസ് ഉണ്ടല്ലോ. അപ്പം അങ്ങനെ ആ ഒരു പ്രശ്നം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എവിടെയാണോ, ഏത് സർഫസിലാണോ പെയിന്റ് അടിക്കേണ്ടാത്തത് ആ ഒരു ഭാഗത്ത് ഈ ഒരു വാസ്ലിൻ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം പെയിന്റ് അടിക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം മാറി കിട്ടും. അപ്പോൾ പെയിന്റ് ഒക്കെ അടിച്ചു കഴിഞ്ഞിട്ട് ആ വാസലിൻ ഒന്ന് തുടച്ചു കളഞ്ഞാൽ മതിയാവും കേട്ടോ. അപ്പോൾ ആ ഒരു സർഫസ് ഒക്കെ നല്ല ക്ലീൻ ആയിട്ടിരിക്കും. അപ്പോഴത്തേക്ക് നമ്മൾ ലെതർ കൊണ്ടുള്ള മെറ്റീരിയൽസ് ഇല്ല, ഇപ്പോൾ ലെതർ ഷൂസ്, ലെതർ ബാഗ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുടയ്ക്കാൻ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പെട്രോളിയം ജെല്ലി യൂസ് ചെയ്യാം. അത് ഈ വാസലിൻ യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഷൂസൊക്കെ ആയാലും ലെതറിൻ്റെ ആണെങ്കിൽ, ഇപ്പോൾ ഷൂ പോളിഷ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് പെട്രോളിയം ജെല്ലി വെച്ചിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിട്ട് ക്ലീൻ ആവും കേട്ടോ. പറയുമ്പോൾ നമ്മുടെ ഡോർസിലൊക്കെ ആയാലും അല്ലെങ്കിൽ വിൻഡോസിലൊക്കെ ആയാലും കുറച്ച് ടൈറ്റ്നെസ് ഫീൽ ചെയ്യുക, അല്ലെങ്കിൽ അടയ്ക്കുമ്പോൾ ഇങ്ങനെ സൗണ്ട് കേൾക്കുക, അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഈ വാസ്ലിൻ കുറച്ചെടുത്ത് ആ വിജാഗിരിയുടെ ഭാഗം ഉണ്ടല്ലോ, ആ ഒരു സ്ക്രൂ ചെയ്തേക്കുന്ന ഭാഗം, വിജാഗിരി എന്ന് പറഞ്ഞാൽ മനസ്സിലാവും ഞാൻ വിചാരിക്കുന്നു, ആ സ്ക്രൂ ചെയ്ത ഭാഗം ഉണ്ടല്ലോ അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ആ ഒരു ടൈറ്റ്നെസ് അല്ലെങ്കിൽ ആ ഒരു സൗണ്ടൊക്കെ മാറി കിട്ടും കേട്ടോ. അടുത്ത യൂസ് എന്ന് പറയുമ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ നമ്മുടെ വീട്ടിൽ, അതിനൊക്കെ പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഒരു തിൻ ലെയർ എടുത്ത് നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ഡ്രൈ ആയിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള ക്ലോത്ത് ഉപയോഗിച്ചിട്ട് വൈപ്പ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിട്ട് തിളങ്ങി നിൽക്കും കേട്ടോ. സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയിട്ടുള്ള സാധനങ്ങൾ ഒത്തിരി സാധനങ്ങൾ കാണത്തില്ലേ, പാത്രങ്ങളല്ലാതെ ഇപ്പം സ്റ്റീലിൻ്റെ തന്നെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്കത് ട്രൈ ചെയ്യാൻ കേട്ടോ. വാസ്ലിൻ്റെ യൂസസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആരും അധികം വാസ്ലിൻ യൂസ് ചെയ്യാറില്ല, കൊണ്ടുപോയി ഇടുക, ഒരു മൂലയ്ക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലെയുള്ള ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വാസ്ലിൻ വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ കുഞ്ഞു ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ, until then, bye.